എന്താ മണം? അത് ഞാൻ സെന്റ് അടിച്ചതിൻ്റെയാ. സെന്റാ? നിന്റെ സെന്റിന് എന്നോട്ട് ബിയറിന്റെ മണമായത്? അത് ഈ ഞാനങ്ങനെ ഫ്ലേവർ ഒന്നും നോക്കാറില്ല, കൈ കിട്ടുന്നൊക്കെ അടിക്കും. അങ്ങനെയാണോ? എന്തെറ്റി? അതൊക്കെ വിട്. ഇന്നലെ എപ്പോഴാ എത്തിയത്? ഞാൻ ഇന്നലെ ഒരു വൈകുന്നേരമായി കാണും. വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഏകദേശം വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ നാട്ടിലേക്ക്. ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞു. അതല്ല ചോദിക്കുന്നത്, പിന്നെ ആ ടൈം ഒന്ന് പറ. ലൈക്ക് എത്ര മണിക്കാണ് ഏകദേശം എത്തിയത്? ഒരു ഏകദേശം എടാ അവിടെ വാച്ചില്ലല്ല സമയം എനിക്ക് അറിഞ്ഞൂടാ, കുറിച്ച് വെച്ചിട്ടില്ല. ത്രിസന്ധ്യാ സമയം, അർത്ഥസന്ധ്യയല്ല. എന്തെറ്റി? കാര്യം എന്താ? കാര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഒന്നുമില്ല. പറ. ഒന്നുമില്ല, വിട്. ഒന്ന് പറ. എന്നോട് പറയത്തില്ലേ അപ്പോ? അതെന്താ ചാരു അങ്ങനെ? പറ എന്താണെന്ന്. ഒന്നുമില്ല, നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓ, ചാരു എൻ്റെ അടുത്ത് പറയത്തില്ലല്ലേ? ബാക്കിയുള്ളവർ പോലെ തന്നെ അപ്പൊ ചാരു എന്നെ കാണുന്നത്. നിങ്ങളടുത്തൊക്കെ എന്ത് തെറ്റാ ചെയ്ത് എന്നെ ഇങ്ങനെ കാണാൻ? കരയിൽ ഇവിടെ ഒന്നിരുന്ന് ചോദിക്കട്ടെ. എനിക്ക് ഒരു പരാതിയില്ല. എന്തിനിങ്ങനെ കരയുന്നേ? പിന്നെ കരയാതെ ആ കണ്ണൊക്കെ ഒന്ന് തുടച്ച് നോക്കട്ടെ. ഇതെന്താ? എന്ത്? ഇവിടെ എന്താ കൊള്ളുന്നേ? അത് ഫേസ് പാക്ക് ഇട്ടിരിക്കുക. ഞാൻ നോക്കട്ടെ, ആ ചന്ദ്രയുടെ മുഖം നോക്കട്ടെ. എന്റെ പിണക്കൊക്കെ മാറി, എനിക്ക് യാതൊരു പിണക്കും ഇല്ല. ഞാൻ കാര്യം പറയാം. ഇല്ല, കൈ മാറ്റേണ്ടി ഇവിടെ തന്നെ വെച്ചു. വേണ്ട, എനിക്ക് ഇങ്ങനെ പറയാനാ രസം. നോക്കട്ടെ, എനിക്ക് കണ്ണു നോക്കി പറയട്ടെ. എടോ, സംഭവം എന്താണെന്നറിയോ? ഇന്നലെ നമ്മുടെ കല്ലൂന്റെ റൂമിൽ പറഞ്ഞോളൂ. അതെന്താ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് വരുന്നതാ? എന്താ കള്ളത്തരമുണ്ടല്ലോ മുന്താസേ. ഉറപ്പാണേ? അപ്പൊ കേട്ടോ, നമ്മുടെ കല്ലൂന്റെ റൂമില് അവിടെ ഇന്നലെ ആരോ വന്ന് കേറി ആ രാത്രി. എന്നിട്ട് കല്ലൂനെ ഉപദ്രവിച്ചിട്ട് കെട്ടിയൊക്കെ ഇട്ടിട്ട് പോയി. അതാ ഞാൻ തന്റെ അടുത്ത് ചോദിച്ച ഏത് സമയത്താ താൻ വന്നേന്ന്. ഞാൻ വന്നപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ആരും കണ്ടില്ല? ആരും കണ്ടില്ല ഞാൻ. അപ്പൊ പിന്നെ ആരായിരിക്കും? സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഈ തൊണ്ടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഞാൻ അതിമധുരം കഴിക്കുന്നുണ്ട്. ശരി. എന്നാലും അതാരായിരിക്കും? എന്നാലും വിഷയം അവനെ കൈ കിട്ടിയിട്ടാണോ നല്ല പണിക്ക് ഇടാനാണ്? പണി കിട്ടിയുള്ള യോഗവനുണ്ടെങ്കിൽ കിട്ടിയിരിക്കും. കൊടുക്കണം നല്ലത്. പിന്നെ കൊടുക്കണം. പിന്നെ എനിക്ക് അറിയരുത് കേട്ടോ. ഇല്ല, കരയില്ല. എനിക്ക് ആളോട് ഒരു പരാതിയില്ല. പരാതിയൊന്നുമില്ല. എൻ്റെ ദേഷ്യമൊന്നുമില്ല. ഒന്നുമില്ല. എന്നൊരു ഹഗ് തരുമോ? ഹഗ്ഗൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മളിപ്പോൾ കമ്പനി ആയില്ലേ. ഓക്കെ, ഇവിടെ ഒരു ഉമ്മ എന്നാലും മതി. വേണ്ട. ഇവിടെ എനിക്ക് കുറച്ച് പണിയുണ്ട്. ഇവിടെ വേണ്ട. കയ്യിലെങ്കിലും തരില്ല. തരണ്ട, ഞാൻ വാങ്ങിച്ചോളാം. തരണ്ടേ? ഞാൻ വാങ്ങിച്ചോളാം, ഒരു കുഴപ്പമില്ല. ഞാൻ വാങ്ങിച്ചോളാടി മോളെ.